രാവിലെ ഉറക്കം എണീറ്റിട്ട് ഞാൻ നേരെ ഹാളിൽ ചെന്നിട്ട് നമ്മുടെ വാതിലും ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നിടുന്നുണ്ടേ. ഇപ്പോഴത്തെ ചൂട് കാരണം ഇതൊന്നും തുറന്നിടാണ്ടിരിക്കാനേ പറ്റുന്നില്ല കേട്ടോ. നല്ല ചൂടാണ്. അപ്പോൾ അകത്തോട്ട് കുറച്ച് വെട്ടവും വെളിച്ചമൊക്കെ കയറിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അതെല്ലാം തുറന്നിട്ട് ഞാൻ നേരെ അടുക്കളയിൽ വന്നിട്ട് നമ്മുടെ ഗ്രീൻ പീസ് ഉണ്ടല്ലോ, തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വേഗം വേവിക്കാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇതൊക്കെ കഴിഞ്ഞിട്ടാട്ടോ ഞാൻ ഹാളിലോട്ടൊന്ന് ചെന്നിട്ടുണ്ടായിരുന്നത്. രാവിലെ നല്ലോണം വെട്ടം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ സാധാരണ ഒരു 6:30 മണി 7 മണിയൊക്കെ ആകുമ്പോഴാണ് എണീക്കാറുള്ളത്. ഇപ്പം എനിക്ക് ലീവ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് നേരം വൈകിട്ടായിട്ട് എണീക്കാറുള്ളത്. അങ്ങനെ ഇതാ ഗ്രീൻ പീസ് കഴിക്കാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നിട്ട് കുക്കറിൽ. പിന്നെ ചായക്കുള്ള പാൽ ഇതാ പാത്രത്തിലാക്കിയിട്ട് ചായ കാച്ചാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് ചായപ്പൊടി പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് പുട്ടും അതുപോലെ തന്നെ പഴം ഗ്രീൻ പീസ് കറിയും കൂടി ആക്കുന്നത്. ഗ്രീൻ പീസ് എന്താണെന്ന് അറിയില്ല കേട്ടോ, വേവുന്നേ ഉണ്ടായിരുന്നില്ല. കുറേ നേരം ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഇങ്ങനെ കല്ലപ്പ് പോലെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നേ. എനിക്ക് തോന്നുന്നു ഞാൻ വെള്ളം കുറഞ്ഞപ്പോൾ പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടായിരിക്കും ഇത് വേവാത്തതെന്നാണ് എൻ്റെ തോന്നൽ. കാരണം എൻ്റെ മണ്ടത്തരങ്ങൾ ഞാനത് ഏറ്റു പറയണമല്ലോ. അങ്ങനെ നമ്മുടെ സവാളയും കാര്യങ്ങളും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടി വേവിക്കാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ഭാഗ്യം ഉണ്ടെങ്കിൽ അത് വെന്ത് കിട്ടും കേട്ടോ. കാരണം പച്ചവെള്ളം ഒഴിക്കാൻ ഒരു മണ്ടത്തരം കാരണം പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് വേവോന്ന് എനിക്കറിയില്ല. എന്തായാലും വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്ക് നമ്മുടെ ചായ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കടപ്പൊക്കെ നല്ലോണം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചായ ഇറക്കി വെച്ചിട്ട് ഞാൻ വേഗം തന്നെ നമ്മുടെ പുട്ടുകാണ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലോട്ട് ഇതാ പുട്ടൊക്കെ നിറച്ചിട്ട് പുട്ടുകുറ്റിയിലോട്ട് നിറച്ചിട്ട് ഞാനിത് ആവി കയറ്റാണ്ടി വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഗ്രീൻ പീസ് അവിടെ ഇരുന്ന് നല്ലോണം എയറൊക്കെ പോകുന്നുണ്ട്. പിന്നെ ചായ ഇറക്കി വെച്ചത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, അടിച്ചിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പുട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുട്ട് വേഗം തന്നെ നമ്മൾ കാസ്ട്രോളോട് മാറ്റിയിട്ടുണ്ടായിരുന്നേ. ചൂടാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായി എന്തായാലും ഗ്രീൻ പീസിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടെന്ന്. പിന്നെ വേഗം തന്നെ ഞാനിത് പഴം കാര്യങ്ങളൊക്കെ ഉലിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇക്കാക്ക്. പിന്നെ ഇക്കാക്കനെ പോയി ഉറക്കത്തിൽ നിന്ന് വിളിച്ച് ഇക്കാക്കനെ എണീപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇക്കാക്ക ബ്രഷ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഞാനിത് അടിച്ചു വാരി ഒന്ന് തുടക്കാമെന്ന് വിചാരിച്ചേ. നമ്മൾ ഐന്യൂസ് എണീക്ക് മുന്നേ കുറച്ചെങ്കിലും പണി ഒതുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ സോഫ സെറ്റിൻ്റെ വിരിപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നേരെ വിരിച്ചു കൊടുക്കുന്നുണ്ട്. ആകെ അലമ്പായി കിടക്കായിരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ ഐന്യൂസ് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് ചായയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം പല്ലേക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ എനിക്കുള്ള ചായയും ഐന്യൂസിനുള്ള ഫുഡും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാനും ശരിക്കും തമ്മിൽ ചെറുതായിട്ടൊരു പിണക്കം ഉണ്ടായിരുന്നു കേട്ടോ. അത് മാറ്റാൻ നോക്കുകയാണ്. അപ്പോൾ ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ എനിക്ക് ഉമ്മ തരാനൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഒയിന് മാറുന്നുണ്ട്. അപ്പോൾ ആൾ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടോ എനിക്ക് ഉമ്മ തന്നിട്ടോ. പാവം. അങ്ങനെ എനിക്ക് ഉമ്മയൊക്കെ തന്ന് ആൾ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ കുഞ്ഞു പിണക്കമൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയുള്ള നമ്മളെ കുഞ്ഞു വീഡിയോ. നമ്മൾ വീഡിയോസ് പുതിയതായിട്ട് ആരെങ്കിലും കാണണമെങ്കിൽ ചാനൽ ചെക്ക് ചെയ്ത് നോക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് ബായ്. ആരും കണ്ടില്ലല്ലോ അല്ലേ.